ഈ കായലിലൂടെയുള്ള ബോട്ട് യാത്ര എത്ര മനോഹരമാണെന്ന് ഇതുവരെ ആസ്വദിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ മിക്കപ്പോഴും എറണാകുളം പോകുമ്പോഴും പെൻഡാമനകയിൽ വന്ന് നിൽക്കുമ്പോൾ ഇത് കാണാറുണ്ട്. കുറച്ച് നേരം അവിടെയൊക്കെ കാറ്റുകൊണ്ട് നിൽക്കാറുണ്ട്, കാഴ്ചകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ തവണ ഒരാഗ്രഹം, അങ്ങനെ അന്വേഷിച്ച് ചെന്നപ്പോൾ 1 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് വെറും 200 രൂപയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഞാനും എൻ്റെ ഒരു കസിൻ അനിയനോട് ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടും അങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നമ്മളൊരു ബോട്ടിൻ്റെ മുകളിലത്തെ നിലയിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഈ കായലിലൂടെ അറബിക്കടലിലേക്കുള്ള ഒരു യാത്ര, അറബിക്കടലിനുള്ളിലേക്ക് പോകുന്നില്ലെങ്കിൽ പോലും അതിന് അടുത്ത് തന്നെ എത്താം, കാഴ്ചകൾ കാണാം എന്നുള്ള രീതിയിൽ ഞങ്ങളിവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. തുടക്കത്തിലൊക്കെ ഒരു ബോട്ടിങ്ങനെ നിർത്തിയിട്ട സമയത്ത് ഓളം തട്ടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുലുങ്ങുമ്പോൾ ഒരു ഭയമുണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് യാത്ര തുടങ്ങി കഴിഞ്ഞപ്പോൾ വളരെയധികം കൂളായിരുന്നു. അത്ര വലിയൊരു ഒലച്ചിലോ കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. ഇന്നലെ തന്നെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റില്ല, ഈ ഡബിൾ ഡെക്കറിൽ വന്നിരിക്കുന്ന ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. മുമ്പ് നമ്മൾ കോളേജ് ലൈഫിലൊക്കെ വെച്ച് ടൂർ പോയപ്പോഴൊക്കെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയി ബോൾഗാട്ടി പാലസൊക്കെ ഈ യാത്രയിൽ കാണാൻ സാധിച്ചു. ഇതുപോലെ തന്നെ മറ്റൊരു ബോട്ടാണ് വരുന്നത്. പൊതുവേ ഞങ്ങൾ കയറിയ ആ ബോട്ടിൽ വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. ഓവറിൽ നമ്മൾ 200 രൂപയ്ക്ക് എത്ര എക്സ്പെക്റ്റ് ചെയ്യാമെന്നുള്ളൊരു കാഴ്ചപ്പാട് ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ കയറിയിരിക്കുന്ന ബോട്ടിൽ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. അപ്പോൾ കാഴ്ചകളൊക്കെ ഇതുപോലെ തന്നെ ഈ ഒരു കാഴ്ച, ഇതാണ് ബോൾഗാട്ടി പാലസ്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഗൈഡ് ചെയ്യാനൊക്കെ അതിൽ പറഞ്ഞു തരുന്നുണ്ട്. വളരെ നല്ലതായിരുന്നു. പിന്നെ ആദ്യത്തെ ഒരു ബ്ലോഗിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ആസ്വദിക്കുക എന്നുള്ളൊരു രീതിയിലേക്കാണ് കോൺസെപ്റ്റ്. അടുത്ത ബിൽഡിംഗ് ഗ്രാൻഡ് ഹയാത്താണ് കാണുന്നത്. ലുലു ബോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെൻ്ററാണ്. മറ്റു ഇതും ഒരു ആഡംബര ബോട്ടാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു ദിവസമൊക്കെ 1 ലക്ഷം രൂപയൊക്കെ വരും എന്നൊക്കെയാണ് പറയുന്നത് കേട്ടത്. കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പം പുറത്ത് സ്റ്റേ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഇതുപോലെ കായലിൽ നമുക്ക് സ്റ്റേ ചെയ്യാം. പിന്നെ ഞങ്ങൾ കുറച്ചുകൂടെ ഇനി മുമ്പോട്ട് പോവുകയാണ്. ഇപ്പം നമ്മളെ കാണുന്നതാണ് ബോൾഗാട്ടി ആ പാലം. പിന്നെ വല്ലാർപാടം പള്ളിയൊക്കെയാണ് ആ ദൂരത്ത് കാണാൻ സാധിക്കുന്നത്. അതൊക്കെ കണ്ടുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഈ കടലിന് അകത്തോടെ വരുന്ന ഈ ഒരു ഷിപ്പൊക്കെ കുറച്ചുകൂടെ കടലിനുള്ളിലേക്ക് പോകുന്നതാണ്. ഇപ്പോൾ നമ്മൾ കായലിലാണ് നിൽക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ കടലിനുള്ളിലേക്ക് പോയിട്ട് തിരികെ വരുന്നതാണ്. അപ്പോൾ നമ്മൾ കയറിയിരിക്കുന്ന ഡബിൾ ഡെക്കറാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് അധികം ദൂരം പോകില്ല, നമുക്ക് റൗണ്ട് ട്രിപ്പ് അടിച്ചിട്ട് വരാനേ സാധിക്കും. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പോകുന്നത് അപ്പോൾ അവിടെ ഷിപ്പ് നങ്കൂരം ഇട്ടിരിക്കുന്നിടത്തേക്കാണ്. അപ്പോൾ കാർഗോസ് നമ്മളെങ്ങനെ ഇറക്കുന്നത് കാണാനൊക്കെ സാധിക്കും. പ്രധാനമായിട്ട് നമ്മൾ 200 രൂപയ്ക്ക് ഈ ഒരു റൗണ്ട് വയ്ക്കുന്ന 1 മണിക്കൂറാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കായലും വേർതിരിഞ്ഞ ആ ഒരു ഭാഗത്തേക്ക് മാത്രമേ പോകുന്നുള്ളൂ. കാരണം തിരയുള്ളിടത്തേക്ക് ഇത് പോകുന്നില്ല. കാരണം കയറിയപ്പോൾ തന്നെ ഒരു പേടിയുണ്ടായിരുന്നു. പിന്നെ 750 രൂപയുടെ പായ്ക്ക് കടലിനുള്ളിലേക്ക് ഏകദേശം ഒരു 10 കിലോമീറ്റർ അടുത്തോളം ഉള്ളിലേക്ക് പോകും ഈ കായൽ കഴിഞ്ഞ്. ഇതാണ് ഷിപ്പ്. അപ്പോൾ ഈ ഷിപ്പിലെ ഇത് കണ്ടെയ്നർ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ അടുക്കി വെച്ചേക്കുന്ന ഒരൊറ്റ ബ്ലോക്കായിട്ട് വെച്ചിരിക്കുന്ന കണ്ടെയ്നർ ഒരെണ്ണം മാത്രമാണ് ഒരു ലോറിയിൽ കയറുന്നത്. അതുപോലെ എത്ര എണ്ണമാണ് ഈ ഒരൊറ്റ ഷിപ്പിൽ വരുന്നതെന്ന് കണ്ടു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇതൊക്കെ കാണാൻ സാധിക്കും. ഇപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ ചരക്ക് വല്ലാർപാടം മധ്യത്തിൽ ചരക്ക് നീക്കുന്ന ലോറികളൊക്കെ വരുന്നത് കാണാം. ഇപ്പോൾ ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് ഈ ലോഡ് പിക്ക് ചെയ്യുന്നതെന്നൊക്കെ ഈ ഷിപ്പിൻ്റെ ഭാഗത്തു നിന്ന് കാണാൻ സാധിക്കും.
ഇപ്പോൾ കണ്ടോ ഒരു ട്രെയിൻ പോലെ മൂവ് ചെയ്ത് വരുന്നുണ്ടോ, കണ്ടോ കപ്പലിൻ്റെ ഏറ്റവും അടിയിൽ നിന്നും ലോഡ് ഈ ഒരു കണ്ടെയ്നർ പിക്ക് ചെയ്തുകൊണ്ട് മുകളിലോട്ട് പോകുന്നു. മുകളിൽ നിന്ന് പിന്നെ അത് നേരെ കൊണ്ടുപോയി ടാങ്കറിലേക്ക് ഇറക്കുകയാണ് ചെയ്യുന്നത്. കണ്ട് അടുത്ത് തുറന്നും പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ കാണാൻ സാധിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് 750 രൂപയ്ക്കുള്ള പാക്കേജ് നമ്മൾ പോയില്ല. ഇത് ഇറങ്ങിക്കഴിഞ്ഞ ശേഷം അറിയുന്നത് അത് കടലിന് 10 കിലോമീറ്റർ അടുത്തോളം ഉള്ളിൽ പോകും. അവിടെ നിന്ന് സ്നാക്സ് ചായയൊക്കെ അതിലേക്ക് കിട്ടും. അതോടൊപ്പം തന്നെ 2500 രൂപയുടെ ഷിപ്പുണ്ട് 4 മണിക്കൂർ. അത് കടലിന് ഉള്ളിലേക്ക് 20 കിലോമീറ്റർ ഉള്ളിലോട്ട് പോകുമെന്നാണ് അവർ പറഞ്ഞത്. അതിനകത്ത് ഫുഡ്, അതോടൊപ്പം തന്നെ നമുക്ക് ചായ, സ്നാക്സൊക്കെ ഉണ്ട്. പിന്നെ DJ ഡാൻസ്, ഇതെല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. ഫുൾ എൻജോയ്മെൻറ്റ്, അങ്ങനെ ഒരു പാക്കേജും കൂടി ഉണ്ട്. തീർച്ചയായിട്ടും അടുത്ത തവണ പോകുമ്പോൾ അവിടെ ഇറങ്ങണം. അപ്പോൾ എന്തായാലും നമ്മൾ ഷിപ്പിൻ്റെ കാഴ്ചകൾ കണ്ട് കുറച്ചുകൂടി ഉള്ളിലോട്ട് പോയി അവിടെ നിന്ന് നമ്മൾ തിരിച്ചു വരികയാണ്. അപ്പോൾ ആ തിരമാലകളൊക്കെ അങ്ങനെ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ കണ്ണുകളുകൊണ്ടൊക്കെ കാണാൻ സാധിക്കും. ആ തിരകളൊക്കെ ഉള്ളിടത്തേക്ക് നമുക്ക് പോകാൻ സാധിക്കില്ല. പക്ഷേ അവിടെ നിന്ന് റൗണ്ട് വെച്ച് നമ്മൾ തിരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ബോട്ടൊന്ന് ആടി ഒലഞ്ഞു. അപ്പം തന്നെ ഒരു ചെറിയ ഭയമൊക്കെ തോന്നിയായിരുന്നു. എന്നിരുന്നാൽ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. 200 രൂപ ഇത്രയും വന്ന് നമ്മൾ തിരിച്ചെത്തിയിട്ടില്ല. നമ്മളിപ്പോൾ ഇവിടെ വച്ച് റൗണ്ട് ചെയ്ത് തിരിച്ച് പോവുകയാണ്. ഒരുപാടൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം 200 രൂപ വലിയ ഒരു നഷ്ടവും ഇല്ലാത്ത രീതിയിലാണ് തോന്നുന്നത്. കാരണം 1 മണിക്കൂറിനുള്ളിൽ ഇതെത്രയും ചുറ്റി വരാനൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. തീർച്ചയായിട്ടും അടുത്ത തവണ പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ 2500 രൂപയുടെ പായ്ക്കൊന്ന് ചൂസ് ചെയ്ത് നമുക്ക് ഒരു ഏകദേശം 20 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകുമെന്ന് പറഞ്ഞില്ല, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വരെ തോന്നിപ്പോയൊരു ട്രിപ്പായിട്ട് മാറി. ആദ്യമൊക്കെ കയറുന്നതിന് മുമ്പ് ഒരു ഭയം ഉണ്ടായിരുന്നു. കാരണം എന്തെങ്കിലും നെഗറ്റീവായിട്ട് ചിന്തിച്ച് പോയത് കൊണ്ടാണ്. നമ്മളിവിടുന്ന് കപ്പൽ തിരിച്ചിരിക്കുകയാണ്, ബോട്ട് തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ തിരികെ നമ്മൾ ഇനി നമ്മുടെ മേനകയിലേക്ക് പോവാണ്. അത് അറബിക്കടലാണ്. കാരണം അറബിക്കടലിലെ റാണി എന്നറിയപ്പെടുന്ന കൊച്ചി അറബിക്കടൽ കാണാൻ തുടങ്ങി. അങ്ങോട്ട് ഇപ്പോൾ നമ്മൾ ഷിപ്പ് പോകുന്നില്ല. ഇതാ ഒരു ജങ്കാർ വന്ന് നമ്മുടെ മുന്നിലൂടെ പാസ് ചെയ്ത് പോകുന്നു. അപ്പോൾ നമ്മൾ ക്രോസ് വട്ടം ഷിപ്പ് പോയിക്കൊണ്ടിരിക്കുക. നല്ല വലച്ചിലുണ്ട് കേട്ടോ. ബാലൻസ് ചെയ്ത് നമ്മളവിടെ പിടിച്ചു നിന്നു. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ഇപ്പോൾ. കാരണം ഇങ്ങനെ ആ ഒരു നമ്മൾ നീളത്തിൽ പോയിട്ട് വലിയ വട്ടം ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോഴുണ്ടാവുക ആ ഒരു വലച്ചിൽ, ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ്. കണ്ടോ ഓളം തട്ടുന്നുണ്ടോ. കടലിനോട് ഏറ്റവും അടുത്ത് കായലും കടലും സന്ധിക്കുന്ന, അതോ ഈ ഭാഗത്ത് തന്നെയാണ് പെരിയാറിൽ നിന്നുള്ള വെള്ളവും വന്ന് കടലിൽ പതിക്കുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു തിരയിറക്കം കൂടെ കൂടുതലാണ്. അപ്പോൾ ഷിപ്പ് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ നന്നായിട്ട് ഓടും. ഈ ഡബിൾ ഡക്കറിൽ പോകുന്നതുകൊണ്ട് തന്നെ ഒരു പേടി ഉണ്ടായിരുന്നു. ഏറ്റവും ടോപ്പിലാണല്ലോ. കാരണം ആദ്യത്തെ ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിൽ ഒറ്റ മനുഷ്യനില്ല, വെയിറ്റ് മൊത്തം ടോപ്പിലാണ്. അതുകൊണ്ടൊരു പേടി ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല. അത് അക്കരെ കാണുന്നതൊക്കെ കണ്ടോ, നേവൽ ബേസ്, നമ്മുടെ കോസ്റ്റ് ഗാർഡിൻ്റെയൊക്കെ അവർ താമസിക്കുന്ന ഏരിയ ഒക്കെയാണ് എന്നാണ് തോന്നുന്നത്. കാരണം അവിടെ നേവൽ ബേസ് എഴുതിയിട്ടുണ്ടാവും പോകുമ്പോൾ കാണാം. ഇതൊക്കെ കാണാൻ തന്നെ ഒരു ഭാഗ്യമുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് ഷിപ്പ് തിരികെയാണ്. നമ്മുടെ 1 അവർ പായ്ക്ക് ഏകദേശം നല്ല വർത്തിയായിരുന്നു. 200 രൂപ ഒരു നഷ്ടമില്ല. പക്ക.
ഡോൾഫിനൊക്കെ പൊങ്ങി വരുന്നത് കാണാം, പക്ഷെ ക്യാമറ കിട്ടില്ല, നേരത്തെ പോകണം. ഡോൾഫിൻ ഡോൾഫിൻ അടി. അങ്ങനെ നമ്മൾ തിരിച്ച് ഇറങ്ങുകയാണ്. നമ്മുടെ കപ്പലൊക്കെ കിടക്കുന്നു. ബോട്ട് ജെട്ടിയിലേക്ക് നമ്മൾ തിരികെ വരികയാണ്. 1 മണിക്കൂർ 200 രൂപ. ഇല്ല, നഷ്ടമൊന്നുമില്ല, പക്ക നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.